9ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ. സിലബസ് ഒട്ടാകെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ 8ാം ക്ലാസ് വരെ പഠിച്ച രീതിക്കായിരിക്കില്ല ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റൈൽ ഉണ്ടാവുക. ഒരുപാട് ടഫ് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റ് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്റർ തന്നെ ഒരുപാട് പേജസും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ടഫ് ആക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. 9th നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളെ +1 +2ലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കുറച്ചും കൂടി ടഫറാണ് അല്ലേ. കാരണം NCERT ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന സിലബസ്, അതായത് ഇക്കൊല്ലം 10th പാസ് ഔട്ട് ആയ സിലബസ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടായിരുന്നു പഠിച്ചു പോയത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു NCERT ബുക്കിലേക്ക് വരുന്ന ഷിഫ്റ്റ് നമുക്ക് താങ്ങാനാവില്ല. നമ്മൾ തകർന്നു പോകുന്ന പോലെ ഇരുന്നു. ആ ഒരു കണ്ടീഷൻ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ഇപ്പൊ മാറ്റിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കാണ് ആ ഒരു ലക്കി ബാച്ച് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് 9th മാറും 10th മാറും അല്ലെ. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്ന. പഴയ സിലബസ് നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പൊ ഈ പുതിയ സിലബസിനെ എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കംപ്ലീറ്റ് ഇയർ പ്ലാൻ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ എഡ്യൂപോർട്ടിന്റെ ഫാമിലി നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. സോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നാളെ നമ്മളുടെ ചാനലിൽ ഒരു ലൈവ് നടക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ് 9 ചാനൽ. നാളെ വെനസ്ഡേ നമ്മളെ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരും കറക്റ്റ് 7:30 ആകുമ്പോൾ വരിക. ഈ ഇയർ മൊത്തം നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള ആ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി നമ്മൾ എഡ്യൂപോർട്ടിന് നിങ്ങളുടെ സ്വന്തം ഫാക്കൽറ്റീസ് വരുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരെയും നാളെ കറക്റ്റ് 7:30 കാണാം. അപ്പോൾ ഇക്കൊല്ലം നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങും എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഫുൾ മാർക്സ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.